തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫിലിപ്പിയിലെ ലുദിയ സ്നാനമേറ്റതായി അപ്പോസ്തല പ്രവൃത്തികൾ 16 നാം കാണുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തണം എന്നത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. എന്നാൽ സ്നാനം സഭയ്ക്കുള്ളതല്ല, യഹൂദന്മാർക്കുള്ള കൽപ്പനയായിരുന്നു എന്നാണ് ദുരുപദേശകരായ ഗേറ്റ് ചർച്ചുകാർ പഠിപ്പിക്കുന്നത്. ലുദിയ സ്നാനമേറ്റു എന്ന് പ്രവൃത്തികൾ 16 പറഞ്ഞത് സ്ത്രീകളുടെ ആർത്തവ ശുദ്ധീകരണത്തിനുള്ള കഴുകൽ മാത്രമായിരുന്നു, സ്നാനമൊന്നുമല്ലായിരുന്നു എന്നാണ് ഗേറ്റ് വക്താവ് തോമസ് ജോർജിന്റെ കണ്ടുപിടുത്തം. ഈ ദുർവ്യാഖ്യാനം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണ് PM എബ്രഹാം ഈ വീഡിയോയിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 16:15 ഫിലിപ്പിയിലെ ലുദിയ സ്നാനമേറ്റതായിട്ട് നമ്മളെ വായിക്കുന്നുണ്ട്. ലുദിയ ഏറ്റ സ്നാനം ക്രിസ്തീയ സ്നാനമല്ലായിരുന്നുവെന്നും സ്ത്രീകളുടെ മെൻസ്ട്രൽ പീരിയഡ്സ് അനുസരിച്ചുള്ള ആർത്തവ ശുദ്ധിക്കായിട്ടുള്ള സ്നാനമായിരുന്നു എന്നുമാണ് ഗേറ്റ് ചർച്ചിൻ്റെ വക്താവായിട്ടുള്ള ശ്രീ തോമസ് ജോർജിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അദ്ദേഹത്തിൻ്റെ അത്യന്തം വിചിത്രമായ ആ വ്യാഖ്യാനം, അതിൻ്റെ ചില ഭാഗങ്ങളെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സഹോദരിമാരോട് ബന്ധപ്പെട്ടുള്ള പല പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കഴുകലുകളും മുഴുകലുകളും ഒക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ എല്ലാ മാസത്തിലുമുള്ള സ്ത്രീകളുടെ ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ടുള്ള അവരുടെ കഴുകലുകളും അവരുടെ സ്നാനങ്ങളും ഒക്കെ ഉണ്ട്. അത് മിക്വേ ഇല്ലെങ്കിലും അതിന് തക്കതായിട്ടുള്ള സൗകര്യം അവർക്ക് ഉണ്ടാക്കണം. അതിനാണ് ഈ പ്രത്യേക പുഴയുടെ വക്കിൽ അവരുടെ ആ ഒരു ശുശ്രൂഷയാണ് നടക്കുന്നത്. ഈ സൈഗാക്ടിസ് എന്ന് പറയുന്ന ഒരു പുഴയാണ്. പഴയ കാലത്ത് അന്ന് ഫിലിപ്പിയിൽ ഉണ്ടായിരുന്ന ഒരു പുഴയാണ് ഈ സൈഗാക്ടിസ് എന്ന് പറയുന്ന. ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് അറിയപ്പെടുന്ന ക്രെനിഡസ് എന്നാണ്. ക്രെനിഡസ് എന്നറിയപ്പെടുന്ന ഒരു നദിയാണ്. ആ പുഴയുടെ വക്കത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഈ സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുക. അവിടെ വരുന്നത് യഹൂദിയ സ്ത്രീകളും അവരുടെ ഈ മന്ത്ലി ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ശുശ്രൂഷകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആ സ്നാനങ്ങൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഋതുമതിയായിരിക്കുന്ന ഒരു സ്ത്രീ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ പ്യൂരിഫിക്കേഷനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടുന്ന ആ ശുശ്രൂഷകൾ, ആ ക്ലെൻസിങ്, ആ ബാപ്റ്റിസം അത് നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അശുദ്ധയാണ്. അവർക്ക് ഭവനത്തിൽ കയറാൻ പറ്റത്തില്ല. നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഗേറ്റ് ചർച്ചിനെ ചിലരെ വിളിക്കുന്നത്. അവരുടെ വിചിത്രമായ വ്യാഖ്യാനം നിങ്ങൾ കേട്ടല്ലോ. ക്രിസ്തീയ ലോകത്തെ 45,001 സഭ, ഇത് നമ്മൾ കണ്ടുപിടിച്ചതല്ല, ശ്രീ തോമസ് ജോർജിൻ്റെ കണ്ടുപിടുത്ത പ്രകാരം അവരുടെ വ്യാഖ്യാനമാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചത്. തോമസ് ജോർജിൻ്റെ ഈ വ്യാഖ്യാനം കേട്ടപ്പോൾ ചിരിയും അത്ഭുതവും ആണ് എനിക്ക് ഉണ്ടായത്. തോമസ് ജോർജിൻ്റെ വ്യാഖ്യാന ശാസ്ത്രപ്രകാരം പ്രവൃത്തികളുടെ പുസ്തകം 16:15 അവളും കുടുംബവും സ്നാനം ഏറ്റു എന്നത് ലുദിയുടെ അനുജത്തിയും കൊച്ചമ്മയും അച്ചമ്മയും നാത്തൂനും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അവരുടെ ആർത്തവശുദ്ധിക്കായിട്ട് ഫിലിപ്പിയിലെ ക്രിനഡസ് എന്ന നദിയിലെ സ്ത്രീകളുടെ മാസമുറയ്ക്കുള്ള ശുദ്ധീകരണം നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അദ്ദേഹം അത് പറയുന്നുണ്ട്. അല്ലാതെ ലുദിയ ക്രിസ്തീയ സ്നാനം ഏറ്റു ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീ തോമസ് ജോർജ് ഈ വീഡിയോയിൽ പറഞ്ഞതായി ഞാൻ കേട്ടത്. ഇനി തിരുവെഴുത്ത് ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വേദപുസ്തകത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. പ്രവൃത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാസ്ഥലമുണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലെ നമ്മളെ ഇങ്ങനെ വായിക്കുന്നു: അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം
നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇത് വായിക്കുന്ന നിഷ്പക്ഷമതികളായ സാധാരണക്കാരായ ഏതു വ്യക്തിക്കും, അതുപോലെ മനസാക്ഷി കത്തിക്കരിയാത്ത ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടു വിശ്വസിച്ച ഈ ലുദിയ അതുപോലെ സ്നാനപ്പെട്ടു, അവരുടെ കുടുംബവും സ്നാനപ്പെട്ടു എന്നാണ്. അത്രമാത്രമേ ഈ ഭാഗം വായിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും വേദപുസ്തകം പഠിക്കുന്നവർക്കും മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. പൗലോസ് ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം ചെയ്യുന്നത് അവിടെ ഈ ഒരു സിനഗോഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പൗലോസും കൂട്ടരും ഈ പുഴവക്കത്തെ എത്തിയത്, ഈ ശബത്ത് നാളിൽ എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ നമ്മൾ വായിക്കുന്നത് 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തുപോയി അവിടെ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരുന്നു എന്നാണ്. പൗലോസ് ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം സുവിശേഷം അറിയിച്ചിരുന്നത് പ്രധാനമായും സ്വജാതിക്കാരായ യഹൂദന്മാരോട് ആയിരുന്നുവല്ലോ. നമ്മൾ റോമർ 1:16 വായിക്കുന്നുണ്ടല്ലോ, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന്. ഈ ഫിലിപ്പിയ ഒരു റോമൻ കോളനി ആയിരുന്നതിനാൽ യഹൂദന്മാരുടെ സാന്നിധ്യം അവിടെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ പള്ളി അഥവാ ഒരു സിനഗോഗ് അവിടെ കാണുവാൻ കഴിയുകയില്ലായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ കുറഞ്ഞത് പ്രായപൂർത്തിയുള്ള 10 പുരുഷന്മാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സിനഗോഗ് സാധ്യമാകുകയുള്ളൂ. ഈ മിനിയൻ എന്നാണ് ഇവരെങ്ങനെയുള്ള ഈ കോറത്തെ ഈ സംഖ്യയെ വിളിക്കാറുള്ളത്. ശബത്തെ ദിവസം പൗലോസും അതുപോലെ ശീലാസും തിമോത്തിയോസും ലൂക്കോസും അവരെ പട്ടണത്തിന് പുറത്ത് പ്രാർത്ഥനാസ്ഥലം അന്വേഷിച്ച് അവരെ ഒരു പുഴവക്കത്താണ് എത്തിച്ചേർന്നത്. അതാണ് നാം അവിടെ വായിക്കുന്നത്. ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ വാക്യം അതുപോലെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 13-ഉം 16-ഉം വാക്യം വായിക്കുമ്പോൾ പൗലോസും കൂട്ടരും എത്തിയത് ഒരു പ്രാർത്ഥനാ സ്ഥലത്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. യഹൂദരുടെ ആരാധനാ ദിവസമായ ശബത്ത് ദിവസമായിരുന്നു അവർ അവിടെ എത്തിയത്. അവിടെ സിനഗോഗ് ഇല്ലാത്തതിനാൽ പ്രാർത്ഥനയ്ക്കായിട്ടാണ് അവരെ ഈ സ്ത്രീകൾ അതുപോലെ തന്നെ അവിടെ ഈ പൗലോസും അവിടെ വരുന്നത് എന്ന കാര്യം 13-ഉം 16-ഉം വാക്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. പുഴവക്കത്ത് വെച്ച് പൗലോസ് അവിടെ കൂടി വന്ന സ്ത്രീകളോട് സുവിശേഷം സംസാരിച്ചു. അതുപോലെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരെ സ്നാനമേറ്റു. അത്രമാത്രമാണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ദുരുപദേശത്തെ നിവരെ നിർത്താൻ വേണ്ടിയുള്ള പാഴ്ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യാജമായ വികൃതമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. എൻ്റെ അറിവിൽ ദൈവവചനത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ ഇവരാണ് അഗ്രഗണ്യർ എന്ന് പറയുന്നത്. ഈ പടിവാതിൽ സഭക്കാരാണ്. ആ കാര്യത്തിൽ ഈ ഗേറ്റ് ചർച്ചുകാരെ വെല്ലുവാൻ ഇന്ന് മറ്റൊരു വിഭാഗവുമില്ല. ലുദിയും കുടുംബവും സ്നാനം ഏറ്റു എന്നത് ശിശുസ്നാനത്തിന് തെളിവായി സാധാരണ കത്തോലിക്കരും യാക്കോബ തുടങ്ങിയ ആൾക്കാരൊക്കെ അവരെ ഉപയോഗിക്കാറുണ്ട്, ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത വളരെ നിസ്സാരമായ കാര്യമാണ്. ഇവരുടെ ഉപദേശം വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതിലും വളരെ വികൃതമായിട്ടുള്ളതാണ്. ഗേറ്റ് ചർച്ചിൻ്റെ ഉപദേഷ്ടാവ് ലുദിയും അതുപോലെ കുടുംബവുമൊക്കെ സ്നാനമേറ്റതിനെക്കുറിച്ച് വളച്ചൊടിച്ച രീതി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ലുദിയും അവളുടെ അനുജത്തിയും ചേട്ടത്തിയും നാത്തൂനും കൊച്ചമ്മയും വലിയമ്മയും അതുപോലെ ഇളയമ്മയും ഒക്കെ ഈ ആർത്തവ ശുദ്ധീകരണത്തിന് സ്നാനപ്പെടുവാൻ വേണ്ടി ശബത്തിൽ പുഴക്കരയിൽ എത്തിയതാണ് പോലും. ഈ അങ്ങനെ സ്ത്രീകൾ ആർത്തവ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സ്നാനത്തിനായി കുളക്കടവിൽ വന്നപ്പോൾ 4 ആണുങ്ങൾ, അതും 2 ചെറുപ്പക്കാർ, തിമോത്തിയോസും അതുപോലെ ശീലാസും, ആ പെണ്ണുങ്ങളുടെ കുളിക്കടവിലെ ഈ സുവിശേഷവുമായിട്ട് എത്തി എന്ന്, അഥവാ അവിടെ എത്തിയാൽ പോലും അവിടെ സുവിശേഷം പറയുമോ? ഇത് വളരെ വലിയ ഒരു തമാശയാണ്. മറ്റൊരു തമാശ കൂടെ കേൾക്കേണ്ടത് അതെങ്ങനെയാ, ഈ ലുദിയുടെയും അതുപോലെ മറ്റുള്ള സ്ത്രീകളുടെയോ ഒക്കെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ ആൺമക്കൾക്കോ ഒന്നും
ഈ സ്ത്രീകൾ ആർത്തവ ശുദ്ധീകരണം നടത്തുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ പാടില്ല എന്നും തോമസ് ജോർജ് പറയുന്നുണ്ട്. കുടുംബത്തിലുള്ള പുരുഷന്മാർക്ക് അവിടെ അനുവാദമില്ല അങ്ങനെയുള്ള സ്ഥലത്തെ. എന്നാൽ ഈ 4 അപരിചിതരായ പുരുഷന്മാർ അവിടെ ആണ് ചെല്ലുന്നത്. അന്യപുരുഷന്മാർക്ക് ഇത്തരം സാഹചര്യത്തിൽ അവിടെ വരാമെന്നാണോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്? അഥവാ സ്ത്രീകൾ കുളിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് അറിയാതെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ പൗലോസും കൂട്ടും അവിടെ വന്നത് എന്ന് വിചാരിക്കുക. പൗലോസും കൂട്ടും അവിടെ അങ്ങനെ വന്നതാണെങ്കിൽ പൗലോസ് അത്തരം ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീകളോട് സുവിശേഷം പറയാൻ തുനിയുമോ? ഒരിക്കലും ചെയ്യില്ല. അത്രയ്ക്ക് വിവേകമില്ലാത്ത ഒരു വ്യക്തിയാണോ അപ്പോസ്തലനായ പൗലോസ്? ഇവരെ പോലെയുള്ളവർ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തെ പോയി ഇരുന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ എത്യോപ്യക്കാരനോട് സുവിശേഷം പറയാൻ ഫിലിപ്പോസിനെ അയച്ച സന്ദർഭത്തിലും അതുപോലെ കൊർന്നല്യോസിനോട് സുവിശേഷം പറയാൻ വേണ്ടി ഈ പത്രോസിനെ അയക്കുമ്പോഴും ദൈവം അവർക്കൊക്കെ പ്രത്യേകമായ ദർശനം നൽകി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഫിലിപ്പിയിലെ പൗലോസ് എത്തിയതും ഒരു ദർശനത്തെ തുടർന്ന് തന്നെയാണ്. സ്ത്രീകൾ പുഴയിൽ സ്നാനപ്പെടുന്ന ഒരു സമയത്തെ അങ്ങനെയാണെന്ന് വിചാരിക്കുക, പൗലോസിനെ ദൈവം സുവിശേഷമായി അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അയക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു? ഇന്നത്തെ കാലത്ത് പോലും മനുഷ്യർ ചെയ്യാത്ത ഒരു കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പേ, അതും ഈ സ്ത്രീകളോട് ബന്ധപ്പെട്ട ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ, ഒരു സാഹചര്യത്തിൽ, ഒരു കാലത്തെ ഇതൊരിക്കലും സംഭവിക്കുമല്ല. വാക്യം 13 നമ്മളെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്ത് ഇരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഈ സ്ത്രീകളെ ഋതുശുദ്ധി വരുത്തുന്ന കുളിക്കടവിൽ സുവിശേഷമായിട്ട്, അതും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള 4 പുരുഷന്മാർ തനിച്ച് വന്നിരിക്കുകയായിരുന്നത്രേ. ഗേറ്റുകാരെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ വന്നേക്കാം, അല്ലെങ്കിൽ അവിടെ ഇരുന്നേക്കാം. പക്ഷേ ഈ അപ്പോസ്തലന്മാർ ഒരിക്കലും, അപ്പോസ്തലന്മാർ മാത്രമല്ല ആരും ചെയ്യുകയില്ല. ഗേറ്റുകാർ പറയുന്ന ആർത്തവ ശുദ്ധിക്കായിട്ടുള്ള സ്നാനത്തിനായിട്ടാണ് ലുദിയും മറ്റു കുടുംബത്തിലെ സ്ത്രീകളും വന്നതെങ്കിൽ, ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ശുദ്ധീകരണത്തിന് വേണ്ടി ലുദിയും കൂട്ടരും കുറുപ്രാക്കളെയും അതുപോലെ പ്രാവിൻ കുഞ്ഞുങ്ങളെയുമായിട്ടാണോ വന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രീ തോമസ് ജോർജ് ഒന്ന് വ്യക്തമാക്കണം. തോമസ് ജോർജ് പറയും പോലെ ഇത് കുളിക്കടവല്ലായിരുന്നു എന്നുള്ള കാര്യം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വളരെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അതൊരു പ്രാർത്ഥനാസ്ഥലമായിരുന്നു എന്നാണ് വചനം വ്യക്തമായി പറയുന്നത്. ഫിലിപ്പിയിൽ നടന്ന 2ാമത്തെ മാനസാന്തരം എന്ന് പറയുന്നത് ഭൂതഗ്രസ്തയായ ആ യുവതിയുടെ മാനസാന്തരമാണ്. നാം 16-ൽ അത് വായിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നാണ് അവിടെ നമ്മൾ ഈ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത്. ലക്ഷണം പറഞ്ഞ് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു യുവതിയായിരുന്നു ഈ സ്ത്രീ എന്ന് നമ്മളവിടെ വായിക്കുന്നു. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്ന ഈ 16-ാം വാക്യത്തിലെ ഈ പ്രയോഗവും, അതുപോലെ 13-ാം വാക്യത്തിൽ ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്ത് ഇരുന്നു എന്ന ആ പ്രയോഗവും വായിക്കുമ്പോൾ, ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ സ്ഥലമാണ് എന്നതും വളരെ വ്യക്തമാണ്. വാക്യം 16 മുതൽ ഫിലിപ്പിയിൽ നടന്ന 2ാമത്തെ മാനസാന്തര സംഭവമാണ് വിശദീകരിക്കുന്നത്. ആ സംഭവം അടുത്ത ശബത്തിൽ നടന്ന ഒരു സംഭവമാണ്. ലുദിയുടെ മാനസാന്തര സമയത്ത് നടന്ന ഒരു സംഭവമല്ല 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. വാക്യം 16-ൽ പ്രാർത്ഥനാസ്ഥലം, അതായത് ഞങ്ങൾ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പുഴവക്കത്ത് ചെന്നു എന്നാണ് വായിച്ചത് എങ്കിൽ, ഇവിടെ വായിക്കുന്നത് പ്രാർത്ഥനാസ്ഥലത്തേക്ക് ചെന്നു എന്നാണ് വായിക്കുന്നത്. ഇവിടെ ഈ ഭൂതഗ്രസ്തയായ യുവതിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇതിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഈ പ്രാർത്ഥനാ സ്ഥലം പൗലോസ് കണ്ടെത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്.
സിനഗോഗ് ഇല്ലാത്ത ഒരു സ്ഥലത്തെ അവർ പ്രാർത്ഥനയ്ക്ക് കൂടി വന്ന സ്ഥലം എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. ഇത്തരം കാപട്യമൊക്കെ ഈ വചനത്തോട് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഈ സ്നാനം, ക്രിസ്തീയ സ്നാനം സഭയ്ക്ക് ഉള്ളത് അല്ല, സ്നാനം സഭയ്ക്കില്ല എന്ന കാര്യം തെളിയിക്കുവാനുള്ള അവിടെ കഠിന ശ്രമമാണ്. സഭയ്ക്ക് സ്നാനം നൽകി ആ സ്നാനത്തിൻ്റെ തെളിവുകൾ, ഒരു തെളിവ് കൂടെ ഉണ്ട് ഇവിടെ, ആ തെളിവിനെ കൂടെ വളച്ചൊടിക്കണം എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് ഇത്തരം ദുർവ്യാഖ്യാനത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത്. മിഡാക്സ് ഡിസ്പെൻസേഷൻകാരനായ ഈ മിസ്റ്റി മിച്ചൽ ബെനോയിറ്റ് എന്ന വ്യക്തി തോമസ് ജോർജിനേക്കാൾ ഈ കാര്യത്തിൽ വളരെ മര്യാദയുള്ള ഒരു വ്യക്തി ആണ്, ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് പൗലൂസിൻ്റെ ആദ്യകാലത്തെ പൗലൂസ് യഹൂദരെയും യഹൂദ മതാനുസാരികളുമായ ആൾക്കാരെയൊക്കെ സ്നാനപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. റൈറ്റ്ലി ഡിവൈഡിങ് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഞാൻ ആ കാര്യം വായിച്ചത്. സ്നാനത്തെക്കുറിച്ച് ഒരു പരമ്പര തന്നെ നാളുകൾക്ക് മുമ്പ് ശ്രീ തോമസ് ജോർജ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഈ ലുദിയ തുടങ്ങിയ ആൾക്കാരുടെ സ്നാനത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടേയില്ല, വിശദീകരിച്ചിട്ടേയില്ല. ഈ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ, ന്യായീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിയർക്കേണ്ടി വരുമെന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഫിലിപ്പിയിൽ നടന്ന അടുത്ത സ്നാനം എന്ന് പറയുന്നത് നമ്മൾ തുറന്ന് വായിക്കുന്നത് ഈ ഫിലിപ്പിയൻ ജയിലറുടെ അല്ലെങ്കിൽ കാരാഗ്രഹമാരുടെയും കുടുംബത്തിൻ്റെയും സ്നാനമാണ്. 16-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവർ എല്ലാവരും താമസിയാതെ സ്നാനം ഏറ്റു. ഇവിടെ പറയുന്ന ഈ കാരാഗ്രഹ പ്രമാണി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പുറജാതിക്കാരനാണ്. ലുദിയ ഒരു യഹൂദ മതാനുസാരി ആയതുകൊണ്ട് ശുദ്ധീകരണ സ്നാനം ഏറ്റു എന്ന് പറഞ്ഞ് ഗേറ്റുകാർക്ക് വേണമെങ്കിൽ തടിതപ്പാം. എന്നാൽ ഒരു പ്രജാതിക്കാരനായ കാരാഗ്രഹ പ്രമാണി കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു എന്നുള്ള കാര്യം ഈ ഗേറ്റുകാരെ എങ്ങനെയായിരിക്കാം വ്യാഖ്യാനിക്കാൻ പോകുന്നത്? ഫിലിപ്പിയൻ ജയിലർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരും വചനം കേൾക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വായിച്ചത്. കാരാഗ്രഹ പ്രമാണിയെ ഒരു യഹൂദ മതാനുസാരിയാക്കുകയാണെങ്കിൽ സ്നാനം ക്രിസ്തീയ സഭയ്ക്കുള്ളതല്ല എന്ന് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടുവാൻ ശ്രീ തോമസ് ജോർജിന് കഴിയുന്നതായിരിക്കും. ലേവ്യ 15 വായിക്കുമ്പോൾ അവിടെ ഈ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ശുദ്ധീകരണ നിയമപ്രകാരമുള്ള ശുദ്ധീകരണ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കാരാഗ്രഹമാണിയുടെ കുടുംബത്തിലെ പുരുഷന്മാർ സ്രവത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണ സ്നാനവും ഈ ലുദയും കൂട്ടരും സ്ത്രീകളും അവരെ ആർത്തവശുദ്ധിക്കുള്ള സ്നാനവും ഏറ്റതിനെക്കുറിച്ചാണ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള സ്നാനങ്ങൾ എന്ന് ഒരുപക്ഷെ അദ്ദേഹം വ്യാഖ്യാനിക്കോ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമുക്ക് ഈ ഫിലിപ്പിയൻ ജയിലറുടെ സ്നാനം എന്തായിരുന്നു എന്നുള്ള ശ്രീ തോമസ് ജോർജിൻ്റെ അടുത്ത വ്യാഖ്യാന വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും, അത് ഏത് സ്നാനമായിരുന്നു എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ വ്യാഖ്യാന ശാസ്ത്രം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നത്, പൗലോസെ സ്നാനപ്പെടുത്തിയ ക്രിസ്പോസ്, ഗായോസ്, സ്തെഫനാസിൻ്റെ കുടുംബക്കാരെ, അതായത് അപ്പോൾ 1-15 വകை, അവരൊക്കെ ഏറ്റ സ്നാനം ഏതായിരുന്നു ആവോ? അതൊക്കെ ആർത്തവ ശുദ്ധീകരണ സ്നാനമായിരുന്നു എന്ന് ഗേറ്റ് വക്താവ് ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല പ്രവർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കുരിന്തിലുകാരിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. അവരൊക്കെ ജാതികളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അവരെ വിശ്വസിച്ചു സ്നാനപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ടല്ലോ. അവരും ഈ മാസമുറ സ്നാനമാണോ ഏറ്റത്? ആ പുരുഷന്മാരൊക്കെ കുരിന്തുകാരൊക്കെ ഏറ്റത് ഈ സ്രവശുദ്ധിക്കുള്ള സ്നാനമായിരുന്നു എന്നുകൂടെ തോമസ് ജോർജ് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഗേറ്റ് വ്യാഖ്യാനത്തിൻ്റെ ഗമണ്ടൻ മണ്ടത്തരം കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷവും ന്യായപ്രമാണ പ്രകാരമുള്ള ശുദ്ധീകരണ നിയമങ്ങൾ അനുസരിച്ചുള്ള പ്രവൃത്തികൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ചെയ്തിരുന്നുവെന്നാണോ ശ്രീ തോമസ് ജോർജും കൂട്ടരും
ഇനിയും പഠിപ്പിക്കുന്നത്. ഈ ലുദിയും കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടതിനു ശേഷവും ഈ ന്യായപ്രമാണപ്രകാരമുള്ള ആർത്തവ ശുദ്ധീകരണത്തിനുള്ള സ്നാനം ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിന് ശേഷവും യഹൂദന്മാർ മാത്രമല്ല ഈ ന്യായപ്രമാണ ചെയ്യുവാൻ ആവശ്യമില്ലാത്ത ജാതികൾ കൂടെ അത് ചെയ്തു എന്ന് പറയുന്നത് എത്ര ബാലിശമാണ്. ജലസ്നാനം അഥവാ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് കർത്താവ് കൽപ്പിച്ചതും അപ്പോസ്തലന്മാരാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആദിമസഭ അനുഷ്ഠിച്ചതും അതുപോലെ ലേഖനങ്ങളിൽ ഉപദേശമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യമാണ്. കൾട്ടുകൾക്ക് മാത്രമേ ഇത് നിഷേധിക്കുവാനാകുകയുള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുകയാണ്. ഇത്ര കൊടിയ ദുരുപദേശം വിളമ്പുന്ന ഇവരുമായി സഹകരിക്കുന്ന ചുരുക്കം ചിലർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഒരു 3-4 പേരെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം. ഇവർ ഉപദേശ നിശ്ചയമില്ലാത്തവരായിരിക്കാം ഒരുപക്ഷെ, എന്നാൽ ഇവരുടെ നേതൃത്വമോ അവർ ഇനിയും മൗനം പാലിക്കുന്നു. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ നിസ്സഹായാവസ്ഥ കൊണ്ടാണോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കൂടിക്കാണാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.